സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് GTA Vice City ആണ്. അപ്പോൾ ആദ്യത്തെ 3D ഗെയിം എന്നറിയപ്പെടുന്ന ഗെയിമാണിത്, GTA Vice City. അപ്പോൾ ഇതെന്തായാലും സൂപ്പർ ഗെയിമാണ്. അപ്പോൾ നമ്മൾക്കൊന്ന് കളിച്ച് നോക്കാം. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് GTA Vice City. ഓക്കെ, ഈ വണ്ടി എങ്ങനെ ഓട്ടിക്കണമെന്ന് മാത്രം നമ്മൾക്ക് അറിയില്ല. ഇങ്ങനെ ഇടിച്ച് വിളിച്ചിട്ട് തന്നെ പഠിക്കേണ്ടത് തോന്നുന്നു. വണ്ടി ഓട്ടിക്കുന്നത് റിയൽ ലൈഫിലത്തെ മാതിരി തന്നെ ഭയങ്കര കഷ്ടമാണ്. അപ്പം ഇത് ഇടിച്ച് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. വണ്ടീൻ്റെ അകത്ത് നിന്ന് പുകയൊക്കെ വരാൻ തുടങ്ങി. പൊട്ടിത്തെറിക്കാണ്ടിരുന്ന ഭാഗ്യം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടീനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വള്ളത്തിൻ്റെ അകത്ത് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വള്ളത്തിൻ്റെ അകത്ത് ഇറക്കി വെച്ച ചാവുമോ? ചത്തു ഗൈസ്. ഞാൻ സാനാൻഡ്രസിൽ വണ്ടീന് വള്ളത്തിൻ്റെ അകത്ത് ഇറക്കുന്ന മാതിരി ഇറക്കിയതാണ്. ഓർമ്മ ഞാൻ ചത്തു. വൈസ് സിറ്റീൻ്റെ അകത്ത് നമ്മൾക്ക് കോഡ് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വള്ളത്തിൻ്റെ അകത്ത് നീന്താനും വണ്ടി ഓടിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ സാനാൻഡ്രസിൻ്റെ അകത്ത് കോഡ് ഇല്ലാണ്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഹെൽത്ത് പെട്ടെന്ന് സാനാൻഡ്രസിൻ്റെ അകത്ത് കുറയും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാമറ ആംഗിൾ മാറ്റട്ടെ നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ആദ്യം ഡോളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് ആൾക്കാരൊക്കെ കൊല്ലാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇയാൾ നമ്മൾ തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓ ഗൈസ്, ഇയാളിൻ്റെ അടുത്ത് നിന്ന് വെച്ചാൽ ശരിയാവില്ല, നമുക്ക് ഓടിക്കൊണ്ടേ ഇരിക്കുക. ചാടിപ്പോവാണ് ഗൈസ് നമ്മൾ. ഇയാളുടെ പേര് ഈ ഗെയിമിൻ്റെ അകത്ത് ഇയാളുടെ പേര്, ഈ ക്യാരക്ടറിൻ്റെ പേര് ടോമി വെർസിറ്റി എന്നാണ്. ഓ ഗൈസ്, ബസ്റ്റഡായി. അപ്പോൾ വള്ളത്തിൻ്റെ അകത്തും അങ്ങനെയൊക്കെ നാച്ചുറലായി സാധാരണ ചിലപ്പോൾ ഇങ്ങനെ മരിച്ചു വെച്ചാൽ വള്ളത്തിൻ്റെ അകത്തൊക്കെ പെട്ടിട്ട് നമ്മളിങ്ങനെ മരിച്ചു വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റഡ് എന്ന് എഴുതി കാണിക്കും. അല്ലെങ്കിൽ പോലീസുകാരുടെ തല്ലുകൊണ്ട് മരിക്കുക എന്നുണ്ടെങ്കിൽ ബസ്റ്റഡ് എന്ന് എഴുതി കാണിക്കും. അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. എന്താണ് വൈസ് സിറ്റീൻ്റെ അകത്ത് എനിക്കറിയില്ല. അത് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അപ്ഡേറ്റ് ആയതൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ കളിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ക്വിൻക്യൂ പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അകത്താണ് നമ്മൾ കളിക്കണത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും ഈ വെബ്സൈറ്റ് ക്വിൻക്യൂ പറഞ്ഞ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വെച്ച് വെക്കുക ഗൈസ്. അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഓ ഗൈസ്, നമ്മളൊരു വണ്ടി കളിച്ച് മാറ്റാൻ നോക്കിയപ്പോൾ ഒരുത്തം വന്ന് നമ്മൾ തല്ലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ചൊറിയാൻ നിൽക്കണേ. നമ്മൾക്ക് ചാടി എവിടെയെങ്കിലുമൊക്കെ പോവാം. ഓക്കെ, നമ്മൾക്ക് ഈ ഗെയിമിൻ്റെ എങ്ങനെയാണ് ഓടേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിക്കുമായിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് സംഭവം? ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ ഗൈസ്, അപ്പോൾ മറ്റേ ആളിനെ തല്ലിയുണ്ട്. പിന്നെ അയാളിനെ നമ്മൾ കൊല്ലാനൊന്നും നമ്മൾ പോയില്ല. ഓക്കെ, അപ്പോൾ അയാളിനെ വെറുതെ എന്തിനാണ് പോയി ചൊറിയുന്നത്? പിന്നെ ഈ വൈസ് സിറ്റീൻ്റെ അകത്ത് മൾട്ടിപ്പിളൊക്കെ കളിക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് അറിയില്ല ഗൈസ്. അറിയുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മൾട്ടിപ്പിളൊക്കെ കളിക്കുക. പിന്നെ മറ്റേ CR7 ഇല്ലേ, റോബ്ലോക്സ്, എൻ്റെ വീഡിയോയിൽ സ്ഥിരം റോബ്ലോക്സൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഏട്ടനുണ്ട്, കസിൻ ഏട്ടൻ CR7 പറഞ്ഞിട്ട്. അയാൾക്ക് ഇങ്ങനെ GTA ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ GTAക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് അയാൾക്കൊന്നും അറിയില്ല. അയാൾ എപ്പോൾ നോക്കിയത് റോബ്ലോക്സൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് GTA San Andreas നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ അത് മാത്രമേ ചെയ്തുള്ളൂ. വൈസ് സിറ്റി നമ്മൾ ഇതുവരെ ചെയ്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ചൂടാനൊക്കെ പറ്റും ഗൈസ്. അപ്പോൾ വേറെ ആൾക്കാർക്ക് പേൾസിട്ട് ഓടിയോ. ഓക്കെ ഗൈസ്, നമ്മൾക്ക് എയിം ചെയ്ത് കൊല്ലാം. ഓക്കെ, അപ്പോൾ ഇയാളിനെ നമുക്ക് എയിം ചെയ്ത് കൊല്ലാം ഗൈസ്. പിന്നെ ഇതിൽ ഓരോ NPCകൾക്ക് ഓരോ ഇമ്പോർട്ടൻസ്, ഓരോ സംഭവങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അയാൾ പേൾസിട്ട് മരിച്ച മാതിരി താഴെ കളഞ്ഞു. പക്ഷെ നമ്മൾക്കറിയാം അയാൾ മരിച്ചില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ അയാളിനെ ഷൂട്ട് ചെയ്ത് കൊന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് $2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ബീച്ചിലെ ആൾക്കാരിനൊക്കെ കൊല്ലാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലത്തെ ഒക്കെ വൈസ് സിറ്റി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം റോബ്ലോക്സ് വെറുതെ എല്ലാവരും ചോദിക്കേണ്ട ഒരു വെറൈറ്റി ഒക്കെ വേണ്ട. അതുകൊണ്ട് നമ്മൾ വൈസ് സിറ്റി പൊളിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വൈസ് സിറ്റീൻ്റെ ഒരു പ്ലേ ലിസ്റ്റൊക്കെ തുടങ്ങി സൂപ്പറായിട്ട് നമ്മൾ വൈസ് സിറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് പോകണമായിരിക്കും ഗൈസ്. അപ്പോൾ വൈസ് സിറ്റിയും റോബ്ലോക്സും പബ്ജീൻ്റെ ഒക്കെ ഏതെങ്കിലും ഒരു ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ GTA 5 GTA 6 ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ GTA San Andreas കുറിച്ചുള്ള നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോ വൈസ് സിറ്റീൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചീറ്റ് കോഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ ഫ്രീ ആയി കളിക്കാൻ പറ്റുമെന്നില്ല നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ,
ഓക്കെ ഗൈസ്, ഇപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും